നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓറൽ സെക്സ് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സുരക്ഷിതമല്ലാത്ത ഓറൽ സെക്സിലൂടെ 4 തരം അണുബാധകൾ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓറൽ സെക്സിന്റെ സമയത്ത് കോണ്ടം ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിലൂടെ നിരവധി രോഗങ്ങളെ തടയാനാകും. സെക്സിൽ തന്നെയുള്ള പല രീതികളിൽ ഒന്നാണ് ഓറൽ സെക്സ്. ശരിയായ രീതിയിൽ ഓറൽ സെക്സ് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏറെ ഗുണകരമാണ്. ശരിയായ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ശാരീരിക ശുചിത്വമാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിനും ഹൃദയാരോഗ്യത്തിനുമെല്ലാം ഉത്തമമാണ് ഓറൽ സെക്സ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഓറൽ സെക്സ് സുരക്ഷിതമല്ലെന്നും ചില ലൈംഗിക രോഗങ്ങൾ അല്ലെങ്കിൽ അണുബാധകൾക്ക് കാരണമാകാമെന്ന് പഠനങ്ങൾ പറയുന്നു. സുരക്ഷിതമല്ലാത്ത ഓറൽ സെക്സിലൂടെ 4 തരം അണുബാധകൾ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓറൽ സെക്സിന്റെ സമയത്ത് കോണ്ടം ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിലൂടെ നിരവധി രോഗങ്ങളെ തടയാനാകും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഓറൽ സെക്സ് മുഖാന്തരം സ്പ്രെഡ് ആവുന്ന ഒരസുഖം. ഇത് പുരുഷന്മാരുടെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു സാധാരണ വൈറസാണ്. ഇത് സാധാരണയായി ചർമ്മത്തിൽ നിന്നും ചർമ്മത്തിലേക്ക് സമ്പർക്കം പുലർത്തുന്നു. ഈ വൈറസ് വായ, തൊണ്ട, ജനനേന്ദ്രിയം എന്നിവയെ ബാധിക്കാം. HPV ബാധിതന്റെ ഉമിനീരിൽ പോലും ധാരാളം വൈറസുകൾ കണ്ടുവരുന്നു. മറ്റൊരു വൈറസാണ് ഹെർപ്പസ്. HSV ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഹെർപ്പസ്. ഈ വൈറസ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ ജനനേന്ദ്രിയം, മലദ്വാരം എന്നിവയെ ബാധിക്കുന്നു. ചർമ്മത്തിന് താഴെ ചർമ്മത്തിലേക്ക് സമ്പർക്കം വഴി വളരെ എളുപ്പത്തിൽ പടരാം. ഹെർപ്പസ് സാധാരണയായി വ്രണം, ചൊറിച്ചിൽ എന്നിവയിലേക്ക് നയിക്കുന്നു. എയ്ഡ്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV മൂലമുണ്ടാകുന്ന ഈ രോഗം ശരീരത്തിന്റെ രോഗപ്രതിരോധന സംവിധാനത്തെ ബാധിക്കുന്നു. പനി, ക്ഷീണം, ആവർത്തിച്ചുള്ള അണുബാധകൾ, വേഗത്തിൽ ഭാരം കുറയുക എന്നിവയ്ക്കും ഇവ കാരണമാകും. സിഫിലിസ് ട്രിപ്പനോമ പാലിഡം എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ലൈംഗിക രോഗമാണ് സിഫിലിസ്. അടുത്ത സമ്പർക്കത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സിഫിലിസ് പകരുന്നു. ലൈംഗിക അവയവങ്ങളിൽ കൂടിയോ മലാശയത്തിൽ കൂടിയോ ആണ് ഈ ബാക്ടീരിയ പ്രധാനമായും പകരുക. വ്രണങ്ങൾ, പുണ്ണുകൾ, തടിപ്പുകൾ, മുറിവുകൾ തുടങ്ങിയവയാണ് സിഫിലിസ് ബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ.